ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഇരിട്ടി ടൗണിലാണ്. ടൗൺ എന്ന് പറയുമ്പോൾ എൻ്റെ പിറകിൽ ഇരിട്ടി പുഴയാണ് കാണുക. ഇവിടെ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ ഉള്ളൂ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കോ പാർക്കായി മാറേണ്ട സ്ഥലം ലഹരി പാർക്കായി മാറുന്നു എന്ന ഒരു വാർത്ത ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ വന്ന് ഇവിടെ ഒരുപാട് ക്ലീനിങ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, പൂർണ്ണമായി നടത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്കോ പാർക്കിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏജനറ്റ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല ഒരു സ്ഥലമാണിത്. നമ്മളൊക്കെ വയനാട് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രകൃതി ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇരിട്ടിയുടെ ഒരു മുതൽക്കൂട്ടായി മാറേണ്ട ഒരു സ്ഥലമാണ്, എക്കോ പാർക്കായി മാറേണ്ട ഒരു സ്ഥലമാണ് ഇതിനെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ ഈ എക്കോ പാർക്കായി മാറേണ്ട ഈ സ്ഥലത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഇപ്പോൾ നമ്മോട് സംസാരിക്കാൻ വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി മെട്രോ യൂണിറ്റ് സെക്രട്ടറി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ നമസ്കാരം. അപ്പോൾ നമ്മൾ ഏജനറ്റ് ന്യൂസ് ഒരുപാട് വാർത്തകൾ ചെയ്തിരുന്നു, ഇതിൻ്റെ ഒരു കണ്ടിരുന്നല്ലോ. അപ്പോൾ ഇത് ഒരു ഇരിട്ടിയുടെ മുതൽക്കൂട്ടായി മാറേണ്ട ഒരു സ്ഥലമാണ്. ബസ് സ്റ്റാൻഡ് ഏകദേശം 50 മീറ്റർ ഉള്ളൂ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 12 മണി ആകാറായിട്ടും നല്ല ഒരു തണുപ്പ് കൂളിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇതിൻ്റെ അധികൃതർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും? ഇറിഗേഷൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥലമാണിത്. ഏകദേശം 1 ഏക്കറോളം സ്ഥലമുണ്ട്. ഇത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. നാനാജാതി ആളുകൾ ഇഷ്ടംപോലെ ഇവിടെ ദിവസേന വന്നു പോകുന്ന സ്ഥലമാണ് നമ്മുടെ ഇരിട്ടി ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ഇങ്ങനെ കാട് പിടിച്ച് വേസ്റ്റ് നിക്ഷേപിക്കാൻ വേണ്ടിയുള്ള സഹവായി ഇവിടെ കിടക്കുന്നത്. ഇത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇത് വേസ്റ്റുകളെല്ലാം മാറ്റി കാട് വെട്ടിത്തെളിച്ചിട്ട് ഒരു ജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു പാർക്ക് രീതിയിൽ സന്നദ്ധ സംഘടനകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് പാർക്കാക്കി മാറ്റണമെന്നാണ് നമ്മുടെ ആവശ്യം. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എപ്പോഴും വരാം. വെച്ചാൽ നട്ടുച്ച സമയത്ത് പോലും നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അതെന്ന് വെച്ചാൽ ഇപ്പം ചൂട് 40 ഡിഗ്രി 40 ഡിഗ്രി ഒക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ. അതേസമയം തന്നെ ഇവിടെ ഇപ്പോൾ നല്ല തണലും നല്ല തണുപ്പുള്ള സ്ഥലം. അത് പുഴയോട് ചേർന്നുള്ള ഇരിട്ടി പുഴയോട് ചേർന്നുള്ള സ്ഥലമാണ്. അത് നല്ല ആൾക്കാർക്ക് വന്നിരുന്ന നമ്മളിപ്പോൾ പെരുമ്പാവൂർ പാർക്ക് പുതിയതായിട്ട് നിർമ്മിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഇത്. പിന്നെ ഇരിട്ടി മേഖലയിലുള്ള സന്നദ്ധ സംഘടനകളെയും വ്യാപാരികളെയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മനോഹരമായൊരു പാർക്കാക്കി മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ വന്നപ്പോൾ സാറിപ്പോൾ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണല്ലോ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഏട്ടന് ഉണ്ടായ ഒരു കാരണം നമ്മൾ ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ പിന്നെ സ്ഥാപനം നടത്തിയ ആളാണെങ്കിലും ഈ ഒരു പ്രദേശത്തേക്ക് നമ്മൾ ഇറങ്ങി ഇതുവരെ വന്നിട്ടില്ല. ഇറങ്ങിച്ചത് ഇങ്ങോട്ട് നമ്മൾ ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ആൾക്കാർ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സ്ഥലമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് തന്നെ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ മനോഹരമായ സ്ഥലം. ഞാൻ ഗ്രീൻ ലീഫ് പോലുള്ള ഒരു സംഘടന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ പിന്നെ പുതിയ പാലത്തിൻ്റെ അവിടെ ഒരു പാർക്കൊക്കെ നിർമ്മിച്ചിട്ടുള്ള സ്ഥലമാണ്. അത് കാട് പിടിച്ച് കിടന്ന സ്ഥലം. അതുപോലെ അതിലും മനോഹരമായിട്ട് നിർമ്മിക്കാൻ പറ്റിയ 1 ഏക്കറോളം സ്ഥലം എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത്. ഒത്തിരി സാധ്യതകളുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ കുറച്ച് ഇരിപ്പിടം ഒക്കെ ആക്കി ഒരു വേലിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ കഥ എഴുതാനും അതുപോലെ തന്നെ കവിത എഴുതാനൊക്കെ വളരെ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ഇനിയും വീണ്ടും ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെ ആൾക്കാർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്ഥലമായിട്ട് ഇപ്പോൾ തന്നെ അത് ഉണ്ടെന്നാണ് നമ്മൾ ഇവിടെയുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ എല്ലാം പാക്കറ്റുകളും പലവിധ പാക്കറ്റുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അതെല്ലാം നവീകരിച്ചിട്ട് ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സ്ഥലമായി ഇതിനെ മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ എന്തൊക്കെ സാധ്യതകൾ? ഞങ്ങൾ വ്യാപാരി സംഘടന എന്ന നിലയിൽ നമ്മൾ ചെറിയൊരു യൂണിറ്റാണ് ഇരിട്ടി മെട്രോ യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും പിന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും നമ്മുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് അറിയിക്കും. അപ്പോൾ ഇരിട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന മെട്രോ യൂണിറ്റിൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇത് കാണുന്ന അധികൃതർ, നഗരസഭയുടെ അധികൃതർ ഇത് എക്കോ പാർക്കാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം നടത്തി കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും ഇവർ നൽകുമെന്നാണ് ഇവരിപ്പോൾ ഏജന്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പേര്?
സോബിൻ, എങ്ങനെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു പ്രകൃതിയൊക്കെ കണ്ടപ്പോൾ എങ്ങനെ? നാച്ചുറൽ ആണല്ലോ, ഇതിനകത്തൊന്നും വലിയ മുടക്കിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ അടിക്കാടെല്ലാം വെട്ടി ഒരു ജസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായിട്ട്, എന്നാ വെച്ചാൽ ഒന്നും ചെയ്യാനില്ല, എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എല്ലാവരുടെയും നമ്മുടെ സാറിനും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ഇരിട്ടിയിൽ തന്നെ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ഇവർ. അപ്പോൾ ഇവരെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ഇത് അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യതകളാണ് ഇപ്പോൾ ഇവർ നമ്മളോട് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 ഏക്കർ സ്ഥലത്തോളം ഇവിടെയുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രകൃതിയാൽ വളർന്നു വന്ന ഒരുപാട് മരങ്ങളുണ്ട്, വളരെ പഴക്കം ചെന്ന പനകൾ, അതേപോലെ തന്നെ വലിയ വലിയ മരങ്ങൾ. സൂര്യപ്രകാശം അപൂർവം മാത്രമേ ഈ നിലത്ത് അടിക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് അത്രയും വളരെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വയനാട് അതേപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയകൾ, കർണാടകത്തിലൊക്കെ ഫോറസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലിംഗ്, അതാണ് നമ്മുടെ ഈ ഇരിട്ടി ബസ് സ്റ്റാൻഡൊക്കെ ഈ സമയത്ത് ഇപ്പോൾ പൊള്ളുന്ന ചൂടാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് കുറച്ചെങ്കിലും മാറി 50 മീറ്റർ മാറിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായി നമുക്ക് ഇരിക്കാനും അതുപോലെ തന്നെ എഴുതാനും ഒക്കെ, കഥ എഴുതുന്നവർക്കാണേലും കവിത എഴുതുന്നവർക്കാണേലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണേലും ഇവിടെ വന്നിരുന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കി ഇതിനെ നല്ലൊരു എക്കോ പാർക്കാക്കി മാറ്റണമെന്നാണ് ഇപ്പോൾ ഏജനറ്റും അതേപോലെ തന്നെ ഇവിടുത്തെ മെട്രോ യൂണിറ്റ് ഭാരവാഹികൾ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇതിനുള്ള മുൻകൈ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്, ഞങ്ങൾ ഏജനറ്റ് ടീം ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ മറ്റ് സംഘടനകളുടെ നേതാക്കളും അതേപോലെ തന്നെ സാംസ്കാരിക നേതാക്കളൊക്കെ ആയി നമ്മൾ ഈ ഒരു സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചർച്ച ഞങ്ങൾ തുടരും. ക്യാമറമാൻ ടിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ്.